ഹായ് ഒരു ഓൺടർപ്രണർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ എന്നുള്ള രീതിയിലും നമ്മൾ ഒരുപാട് മിസ്റ്റേക്സ് നമ്മുടെ ഈ ജേണിയിൽ വരുത്താറുണ്ട്. അതിൽ ചിലതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒഴിവാക്കാനും പറ്റുന്ന മിസ്റ്റേക്സ് ആയിരിക്കും. അത്തരത്തിൽ ഒരു ഫൗണ്ടർ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ഓൺടർപ്രണർ അവരുടെ ജേണിയിൽ കോമൺ ആയിട്ട് വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. എന്നാൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന മിസ്റ്റേക്സ്. അത്തരത്തിലുള്ള 5 മിസ്റ്റേക്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കും. നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐഡിയ. നമ്മളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ നമ്മുടെ ഐഡിയയോട് നമുക്ക് ഭയങ്കരമായിട്ടൊരു പാഷൻ ഉണ്ടാവും, ഭയങ്കരമായിട്ടൊരു പ്രണയം ഉണ്ടാവും. അതിലോട്ട് നമ്മൾ ഒബ്സസ്ഡ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിവോട്ട് ചെയ്യാനും മാർക്കറ്റിലെ കണ്ടീഷൻസ് അനുസരിച്ച് നമുക്ക് അതിൽ എഡിറ്റ്സ് വരുത്താൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൽ മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ തയ്യാറാവുന്നില്ല എന്നതാണ് പല ഫൗണ്ടേഴ്സും ചെയ്യുന്ന മിസ്റ്റേക്ക്. അതായത് ബേസിക്കലി നമ്മുടെ പ്രൊഡക്റ്റിനോടോ അല്ലെങ്കിൽ നമ്മുടെ ഐഡിയനോടോ അല്ല നമുക്ക് ഒബ്സഷൻ വേണ്ടത്, നമ്മൾ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോബ്ലത്തിനോടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഐഡിയയിൽ ഒബ്സസ്ഡ് ആവുന്നത് അല്ലെങ്കിൽ പ്രൊഡക്റ്റിൽ ഒബ്സസ്ഡ് ആവുന്നത് വളരെയധികം ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ഫൗണ്ടേഴ്സ് അവരുടെ എൻറ്റയർ ജേണിയിൽ അല്ലെങ്കിൽ അവരുടെ ഏർലി സ്റ്റാർട്ടപ്പ് ജീവിതത്തിൽ അവർ ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്കാണ്. അതുപോലെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് റെഡ് ഫ്ലാഗ്സ് ആണ്. ദ ഫസ്റ്റ് വൺ ഈസ് solving a problem nobody cares about, and the second one helping users you don't care about, and third one is not launching soon enough. അതുപോലെ മറ്റൊരു കോമൺ മിസ്റ്റേക്ക് ആണ് അല്ലെങ്കിൽ ഒരു കോമൺ റെഡ് ഫ്ലാഗ് ആണ് നോട്ട് നോയിങ് ദി മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ അത് നമ്മുടെ മാത്രം പ്രോബ്ലം ആയിരിക്കരുത്. നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മാർക്കറ്റിൽ ആ പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് നമ്മൾ വാലിഡേറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ആ സൊല്യൂഷൻ ആൾക്കാർക്ക് റിലേറ്റബിൾ ആയിരിക്കണം അല്ലെങ്കിൽ മാർക്കറ്റിലെ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിന് റിലേറ്റബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മുടെ പ്രോബ്ലം റിയലി അവരുടെ പ്രോബ്ലം ആണ് എന്നുള്ളതും അവരുടെ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നുണ്ടോ എന്നുള്ള വാലിഡേഷൻ, ആ വാലിഡേഷൻ എടുക്കാതെ നമ്മൾ പ്രൊഡക്റ്റിൽ ഒബ്സസ്ഡ് ആവുന്നത് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് റെഡ് ഫ്ലാഗ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിന് അറിയാം എന്നുള്ളത്. നമ്മളൊരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു, അതിനു വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തു. ഈ പ്രൊഡക്റ്റ് നമ്മൾ ഏത് മാർക്കറ്റിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റിനെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഓൾറെഡി. അപ്പൊ ആ പ്രൊഡക്റ്റും ആ മാർക്കറ്റും തമ്മിൽ ആ ഫിറ്റ്നസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് ഒരു റെഡ് ഫ്ലാഗ് ആയി മാറും അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ഈ സ്റ്റാർട്ടപ്പ് ജേണിയിൽ ഒരു വലിയ ചലഞ്ചായി മാറും എന്നുള്ളതാണ് സത്യാവസ്ഥ. അതുപോലെ പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ട് ഫൗണ്ടേഴ്സ് വരുത്തുന്ന മറ്റൊരു മിസ്റ്റേക്ക് ആണ് റോങ് ആയിട്ടുള്ള ഓഡിയൻസിന്റെ അടുത്ത് നിന്ന് ഫീഡ്ബാക്ക് എടുക്കുക എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ PMF ഐഡന്റിഫൈ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ അത് നമ്മുടെ കറക്റ്റ് ടാർഗറ്റ് ഓഡിയൻസിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിൽ നിന്നോ കൺസ്യൂമേഴ്സിൽ നിന്നോ ആയിരിക്കണം നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുന്നത്. നമ്മുടെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ ഒരുപാട് റിസോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഒരുപാട് ഇവന്റ്സിൽ പങ്കെടുക്കാറുണ്ട്. അവിടെയൊക്കെ വെച്ച് നമ്മൾ ഒരുപാട് ഫൗണ്ടേഴ്സിനെ മീറ്റ് ചെയ്യാറുണ്ട്, ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെ മീറ്റ് ചെയ്യാറുണ്ട്, ഒരുപാട് മെന്റേഴ്സിനെ മീറ്റ് ചെയ്യാറുണ്ട്, ഒരുപാട് ഇൻഡസ്ട്രി എക്സ്പേർട്സിനെ മീറ്റ് ചെയ്യാറുണ്ട്. ഇവരുടെ അടുത്തതൊക്കെ നമുക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടും, ഒരുപാട് മെന്റർഷിപ്പ് കിട്ടും. ആ ഇൻസൈറ്റ്സ് എല്ലാം നമ്മൾ പരിഗണിക്കണം. ബട്ട് അൾട്ടിമേറ്റ്ലി നമ്മൾ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നത് ഇവർക്ക് ആർക്കും വേണ്ടിയിട്ടാവരുത്, അത് റൈറ്റ് ആയിട്ടുള്ള നമ്മുടെ കൺസ്യൂമേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് എടുത്തിട്ട് അവർക്കും വേണ്ടിയിട്ടാവണം പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വെൽവിഷേഴ്സിന്റെ അടുത്ത് നിന്ന് മാത്രം ഫീഡ്ബാക്ക് എടുത്തിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അത് മാർക്കറ്റിലേക്ക് ഫിറ്റ് അല്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമതായി വരുന്ന മറ്റൊരു കോമൺ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അവോയ്ഡിങ് ദ ടഫസ്റ്റ് കോൺവെർസേഷൻസ് എന്നുള്ളതാണ്. ഇതൊരു പക്ഷേ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ നിങ്ങൾ ChatGPT ചോദിച്ചു കഴിഞ്ഞാലോ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് അല്ല ഇത്. എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ അതായത് കേരളത്തിലുള്ള സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് നമ്മളൊരു ഫൗണ്ടർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ഓൺട്രപ്രണർ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ദിവസം ഒരുപാട് കോൺവെർസേഷൻസിന്റെ ഭാഗമാവുന്നുണ്ട്. നമ്മുടെ ലൈഫിൽ തന്നെ നമ്മുടെ ഈ എൻറ്റയർ ജേണിയിൽ നമ്മൾ നമ്പർ ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് കോൺവെർസേഷൻസ് പുലർത്തുന്നുണ്ട്. അതിൽ പല കോൺവെർസേഷൻസും വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതുണ്ട്, നമുക്ക് വളരെ ഫീസിബിൾ ആയിട്ടുള്ളതുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഹാർഡ് ആയിട്ടുള്ള ടഫ് ആയിട്ടുള്ള കോൺവെർസേഷൻസും ഉണ്ട്. ഇതിൽ പല ഫൗണ്ടേഴ്സും ഈ ടഫ് ആയിട്ടുള്ള കോൺവെർസേഷൻ സ്കിപ്പ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ആ കോൺവെർസേഷൻസിൽ പങ്കെടുക്കാൻ മടി കാണിക്കുന്നത് പോലെ എനിക്ക് പല സമയത്തും തോന്നിയിട്ടുണ്ട്. ഇത് വളരെ വലിയൊരു മിസ്റ്റേക്ക് ആണ്, ഒരു വലിയ റെഡ് ഫ്ലാഗ് ആണ്. ഇത് പല രീതിയിലും ഫൗണ്ടേഴ്സിനെയും ആ സ്റ്റാർട്ടപ്പിനെയൊക്കെ ബാധിക്കുന്നതാണ്. ഇതിൽ കോൺവെർസേഷൻസ് എന്ന് പറയുമ്പോൾ പല സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള കോൺവെർസേഷൻസ് ഉണ്ട്.
അതിൽ കസ്റ്റമേഴ്സ് ഉണ്ട്, ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, എംപ്ലോയീസ് ഉണ്ട്, ഈവൻ നമ്മുടെ കോഫൗണ്ടേഴ്സ് ഉണ്ട്. ഇതിൽ നമുക്ക് ഓരോന്നും വ്യക്തമായിട്ട് പരിശോധിക്കാം. ഇതിൽ ഫസ്റ്റ് വൺ കസ്റ്റമേഴ്സ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് നമ്മുടെ ജേണിയിൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ പിവോട്ടും നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഒരു റോഡ് മാപ്പ് ഒക്കെ ഡിസൈൻ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡർ. അപ്പൊ അവര് തരുന്ന ഫീഡ്ബാക്ക് നമ്മൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള കോൺവെർസേഷൻസിനുള്ള നമുക്ക് കിട്ടുന്ന സന്ദർഭങ്ങൾ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ, തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ, അത് നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റ് നാളെ ബിൽഡ് ചെയ്യാനുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ തള്ളിക്കളയുന്നത്. അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ടുള്ള കോൺവെർസേഷൻസ് ബിൽഡ് ചെയ്യാനുള്ള ഓരോ സാഹചര്യങ്ങളും ഓരോ സന്ദർഭങ്ങളും നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടതുണ്ട്. ആ കസ്റ്റമേഴ്സുമായിട്ടുള്ള സോഫ്റ്റ് കോൺവെർസേഷൻസ് ആണെന്നുണ്ടെങ്കിലും ഹാർഡ് കോൺവെർസേഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ആ ഹാർഡ് കോൺവെർസേഷൻസ് നമ്മൾ ചെയ്തേ പറ്റൂ. കാരണം നാളെ നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ് എന്നുള്ളത് ഡിസൈൻ ചെയ്യുന്നത് അത്തരം കോൺവെർസേഷൻസ് ആയിരിക്കും. അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ആണ് ഇൻവെസ്റ്റേഴ്സുമായിട്ടുള്ള കോൺവെർസേഷൻസ്. ഇൻവെസ്റ്റേഴ്സ് വൺസ് നമ്മൾ ഫണ്ട് റേസ് ചെയ്ത് കഴിഞ്ഞാൽ, അതിൽ ഏഞ്ചൽ ഇൻവെസ്റ്റർ ആവട്ടെ, VC ആവട്ടെ, ഏത് സ്റ്റേജിലും ആവട്ടെ, എസ്പെഷ്യലി ഇത് ഏർലി സ്റ്റേജിലാണ്. അതായത് ഏഞ്ചൽസിൽ തന്നെ 2 തരം ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഒന്ന് നമ്മുടെ വെൽവിഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ആദ്യമായിട്ട് ഒരു പക്ഷെ നമുക്ക് ചെക്ക് തരായിരിക്കും. അവര് മറ്റ് കമ്പനികളിലൊന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അത്തരം ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സും ഉണ്ട്. ഇത്തരം ഇൻവെസ്റ്റേഴ്സിൽ നിന്നും നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന ഒരുപാട് കോൺവെർസേഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ ജേണിയിൽ നമ്മൾ അനുഭവിക്കുന്ന ചാലഞ്ചസ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് നമ്മുടെ ഓർഗനൈസേഷൻസിൽ നടക്കുകയാണ്. അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽസിലോ നമ്പേഴ്സിലോ എന്തെങ്കിലും ഹ്യൂജ് ഡീവിയേഷൻസ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മളുടെ ഇൻവെസ്റ്റേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ കോൺവെർസേഷൻസ് എപ്പോഴും നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് മാത്രമായിരിക്കും ക്രിയേറ്റ് ചെയ്യുക. എന്നാൽ അത്തരം കോൺവെർസേഷൻ സ്കിപ്പ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ചാലഞ്ചസ് സോൾവ് ചെയ്യാൻ അവർക്ക് ഒരുപാട് ഇൻസൈറ്റ്സും മെന്റർഷിപ്പും തരാൻ വേണ്ടി സാധിക്കും. അത്തരം സാധ്യതകളെയാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. സോ ഇൻവെസ്റ്റേഴ്സുമായിട്ട് ഒരു രീതിയിലുള്ള സാഹചര്യങ്ങളും കോൺവെർസേഷൻസ് ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യവും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. അവര് നമ്മുടെ കമ്പനിയിൽ നമ്മുടെ ഐഡിയയെ വിശ്വസിച്ച്, നമ്മളെന്ന ഫൗണ്ടേഴ്സിനെ വിശ്വസിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തികളാണ്. അവർക്ക് എപ്പോഴും നമ്മൾ നന്നാവണമെന്നും നമ്മുടെ ഓർഗനൈസേഷൻസ് ഗ്രോ ചെയ്യണമെന്നും സ്കെയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ അവര് നമ്മുടെ നല്ലതിന് വേണ്ടിയായിരിക്കും അവര് നമ്മളിൽ ഇടപെടുന്നുണ്ടാവുക. സോ അത്തരത്തിലുള്ള കോൺവെർസേഷൻ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം ട്രൈ ചെയ്യുക. മൂന്നാമതായിട്ട് വരുന്ന സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് എംപ്ലോയീസ് ആണ്, നമ്മുടെ ടീം മെമ്പേഴ്സ്. അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ ഡിഫറെന്റ് ഹയറാർക്കിയിൽ പല ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് പല ടീം മെമ്പേഴ്സ് ഉണ്ടാവും. അവരുടെ എല്ലാം സ്വഭാവം ഡിഫറെന്റ് ആയിരിക്കും, അവരുടെ ജോഗ്രഫി ഡിഫറെന്റ് ആയിരിക്കും, അവരുടെ വർക്ക് കൾച്ചർ ഡിഫറെന്റ് ആയിരിക്കും, ഈവൻ അവരുടെ പെർഫോമൻസ് പോലും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ അവരുമായിട്ട് ഡയറക്റ്റ് ഹയറാർക്കിയിൽ റിലേഷൻഷിപ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരുമായിട്ടുള്ള കോൺവെർസേഷൻസും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടുള്ളതല്ല. എസ്പെഷ്യലി അത് പെർഫോമൻസ് റിലേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി റിലേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ. പലപ്പോഴും ഫൗണ്ടേഴ്സിന് സംഭവിക്കുന്ന ഒരു ബിഗ് മിസ്റ്റേക്ക് ആണ്, ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും പെർഫോമൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കണ്ടു കഴിഞ്ഞാൽ, അത് ഫൗണ്ടേഴ്സ് മാത്രമല്ല ഈവൻ സീനിയർ മാനേജേഴ്സിനും സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ഡിലേ ചെയ്യും. അതുപോലെ തന്നെ ഒരു എംപ്ലോയി, അത് എക്സ്പീരിയൻസ്ഡ് എംപ്ലോയി ആണെങ്കിലും അല്ലെങ്കിൽ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീം മെമ്പർ ആണെന്നുണ്ടെങ്കിലും, അവരെ ഓൺബോർഡ് ചെയ്യുന്ന സമയത്തും നമ്മുടെ എക്സ്പെക്ടേഷൻസ്, അത് KPI റിലേറ്റഡ് ആവാം, അവരുടെ ഇമ്പാക്ട് റിലേറ്റഡ് ആവാം, നമ്മുടെ എക്സ്പെക്ടേഷൻസ് നമ്മൾ കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വിട്ടുപോകും. ഇത്തരം കോൺവെർസേഷൻസ് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ റിലേഷൻസിനെ എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷെ അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാനുള്ള മടി ഉള്ളത് കൊണ്ടായിരിക്കാം. മേ ബി ടെക് ഫൗണ്ടേഴ്സ് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് പീപ്പിൾ സ്കിൽസ് കുറവായിരിക്കും. സോ അത്തരം കാര്യങ്ങളിൽ ഇൻവോൾവ് ആവാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. ബട്ട് ഏർലി സ്റ്റേജിൽ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഫൗണ്ടേഴ്സ് ഇൻവോൾവ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. അതായത് അവരുടെ പെർഫോമൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പെർഫോമൻസ് എക്സ്പെക്ടേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അവരുമായിട്ട് ഡയറക്ട്ലി കോൺവേഴ്സ് ചെയ്യാൻ പറ്റണം. നമ്മൾ ഹോണസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് എടുക്കുകയും വേണം, ഫീഡ്ബാക്ക് കൊടുക്കുകയും വേണം. ഈ ഫീഡ്ബാക്ക് കിട്ടുന്നതിലൂടെ മാത്രമാണ് എന്താണ് കമ്പനി, അല്ലെങ്കിൽ എന്താണ് ഫൗണ്ടേഴ്സ്, എന്താണ് മാനേജ്മെന്റ് അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ആവുകയുള്ളൂ. അങ്ങനെ മാത്രമാണ് നമ്മുടെ എക്സ്പെക്ടേഷൻസ് ഫുൾഫിൽ ചെയ്യാനും വേണ്ടിയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മുടെ എക്സ്പെക്ടേഷൻസ് അവർ മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ആ ഡീവിയേഷൻസ്, അല്ലെങ്കിൽ എന്താണ് ആ വേരിയേഷൻസ് എന്നുള്ളത് കറക്റ്റ് സമയത്ത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഹോണസ്റ്റ് ആയിട്ട് ഫീഡ്ബാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു 360 ഡിഗ്രി ഫീഡ്ബാക്ക് സിസ്റ്റം നിങ്ങളുടെ ഓർഗനൈസേഷൻസിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു സിസ്റ്റം ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആസ് ഫൗണ്ടേഴ്സ് ഫീഡ്ബാക്ക് കൊടുക്കുന്ന ഒരു മെക്കാനിസം അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫീഡ്ബാക്ക് കിട്ടുന്ന മെക്കാനിസവും അവിടെ ഇല്ലാതാവും. അങ്ങനെ ആവുമ്പോൾ ഒരു സമയം കഴിയുമ്പോൾ നമ്മുടെ പെർഫോമൻസിൽ, അല്ലെങ്കിൽ ആസ് ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ ആസ് സീനിയർ ലീഡേഴ്സ്
നമ്മുടെ പെർഫോമൻസിൽ എന്തെങ്കിലും കുറവ് വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഡിസിഷൻസോ നമ്മുടെ വിഷനിലൊക്കെ എന്തെങ്കിലും പാളിച്ചകൾ നമ്മുടെ ടീം മെമ്പേഴ്സിന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചൊരു ഫീഡ്ബാക്ക് തരാൻ, അല്ലെങ്കിൽ അവർക്ക് നമ്മളെ നോട്ടിഫൈ ചെയ്യാനുള്ള ഒരു സ്പേസ് ഇല്ലാതാവും. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് റിലേഷൻഷിപ്സ് പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ലൈക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് പലരും ഇത്തരം കോൺവെർസേഷൻ സ്കിപ്പ് ചെയ്യുന്നത്. പക്ഷെ പണ്ടാരോ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് ബെറ്റർ ടു ഹാവ് 5 ഗുഡ് ഫ്രണ്ട്സ് റേദർ ദാൻ 500 ഡിസ്ഹോണസ്റ്റ് ഫ്രണ്ട്സ് എന്നുള്ളതാണ്. അതായത് നമുക്ക് ഹോണസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് തരുന്ന 5-10 പേരുള്ളതാണ്. നമുക്ക് ഹോണസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് തരാത്ത, നമ്മൾ നന്നാവാനും വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് തരാത്ത 500 പേര് നമ്മുടെ ചുറ്റുമുള്ളതിനേക്കാളും ബെറ്റർ എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴും ആ ഓർഗനൈസേഷനിൽ അങ്ങനെ ഒരു 360 ഡിഗ്രി ഫീഡ്ബാക്ക് സിസ്റ്റം കൊണ്ടുവരാനും വേണ്ടിയിട്ടും അത് പ്രാക്ടീസ് ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അത്തരത്തിലുള്ള കോൺവെർസേഷൻസ് പെർഫോമൻസ് റിലേറ്റഡ് ആവട്ടെ, അക്കൗണ്ടബിലിറ്റി റിലേറ്റഡ് ആവട്ടെ, എക്സ്പെക്ടേഷൻസ് റിലേറ്റഡ് ആവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലൈൻസ് റിലേറ്റഡ് ആവട്ടെ, ഇത്തരത്തിൽ എന്ത് രീതിയിലുള്ള കോൺവെർസേഷൻസ് ആണെന്നുണ്ടെങ്കിലും അത് ഹാർഡ് ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്തേ പറ്റൂ. കാരണം അത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് അത് ഹാർഡ് ആയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. 4ാമത്തെ കോൺവെർസേഷൻസ് അത് കോഫൗണ്ടേഴ്സുമായിട്ടുള്ള കോൺവെർസേഷൻസ് ആണ്. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവസാനത്തെ കോൺവെർസേഷൻ ആക്കിയത് വെച്ചത്. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങളുടെ കോഫൗണ്ടേഴ്സുമായിട്ട് നിങ്ങൾക്ക് ഹോണസ്റ്റ്ലി എല്ലാം മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. നമുക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് എപ്പോഴും കോമ്പിറ്റൻസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ റോൾ ക്ലാരിറ്റിയുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ സാലറിയോ ഇക്വിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺവെർസേഷൻസ് ഒക്കെയാണ് കോഫൗണ്ടേഴ്സ് സ്കിപ്പ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള കോൺവെർസേഷൻസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാരണം ഇതൊരു പ്രഷർ വാൽവ് പോലെയാണ്. നമ്മൾ ചെറിയ രീതിയിൽ അത് തുറന്നു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ ഒരു ടച്ച് അവിടെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നാളെ ഒരു ഒബ്ജക്റ്റ് അതിമേ വന്ന് വീണ് കഴിഞ്ഞാൽ ഇതൊരു എക്സ്പ്ലോഷൻ ആയിരിക്കും സംഭവിക്കുക. അങ്ങനെ എക്സ്പ്ലോഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് ഇറിവേഴ്സിബിൾ ആയിരിക്കും. അതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തുടക്കം മുതലേ ഹോണസ്റ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു എക്കോസിസ്റ്റം നിങ്ങൾ കോഫൗണ്ടേഴ്സുമായിട്ട് ബിൽഡ് ചെയ്യുക. അതിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് യു ഷുഡ് ലേൺ ഹൗ ടു ഫൈറ്റ് എന്നുള്ളതാണ്. നിങ്ങൾ കോൺവെർസേഷൻ സ്കിപ്പ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഒരു പക്ഷേ ഫൈറ്റ് ഇല്ലാതാക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ ഫൈറ്റ് ഇല്ലാതാക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള സ്വരച്ചേർച്ചകൾ ഇല്ലാതാക്കുന്നത്, അല്ലെങ്കിൽ ആ ഡിസലൈൻമെന്റ് ഇല്ലാതാക്കുന്നതല്ല നമ്മുടെ ഓർഗനൈസേഷന് വേണ്ട പ്രോസസ്. അതെപ്പോഴും എങ്ങനെ ഫൈറ്റ് ചെയ്യണം എന്നുള്ളതും, ഫൈറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു ഔട്ട്കം ഉണ്ടാവുകയും ആ ഔട്ട്കമിലേക്ക് എല്ലാവരും അലൈൻ ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു എക്കോസിസ്റ്റമാണ് കോഫൗണ്ടേഴ്സിനിടയിൽ കമ്പനിയുടെ ഗ്രോത്തിനും വേണ്ടിയിട്ട് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഹോണസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുക. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് ഒരു അലൈൻമെന്റിലേക്ക് എത്തുക എല്ലാ വിഷയത്തിലും. ഇത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ഫ്രണ്ട്സ് ഒരു കമ്പനി തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ റിലേറ്റീവ്സ്, ചിലപ്പോൾ ബ്രദേഴ്സ് ആവാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് ആവാം. അപ്പൊ ഇവർ ഒരുമിച്ച് മുന്നേ പരിചയമുള്ള വ്യക്തികൾ ഒരുമിച്ച് തുടങ്ങുമ്പോൾ ഇവർ ഒരുപാട് കോൺവെർസേഷൻ സ്കിപ്പ് ചെയ്യും. അത് എപ്പോഴും ആ ലൈക്കബിലിറ്റി അവിടെ നിലനിർത്താനും വേണ്ടിയിട്ടും അവരുടെ ഇടയിൽ ഇത്തരം ടോക്സ് വന്നു കഴിഞ്ഞാൽ നാളെ അത് ബന്ധത്തിനെ ബാധിക്കുമോ എന്നുള്ള പേടിയിലൊക്കെ ആയിരിക്കും പലപ്പോഴും ഇവർ ഇത്തരം കോൺവെർസേഷൻ സ്കിപ്പ് ചെയ്യുക. പക്ഷെ ഇത്തരം കോൺവെർസേഷൻ സ്കിപ്പ് ചെയ്യുന്നതിലൂടെ ഒരു സമയത്തേക്ക് മാത്രമായിരിക്കും നമുക്ക് ആ ഒരു ലൈക്കബിലിറ്റി കണ്ടിന്യൂ ചെയ്തു പോകാൻ, അല്ലെങ്കിൽ ആ ലൈക്കബിലിറ്റിയും കൊണ്ടു നടക്കാൻ പറ്റുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നീട് ഇതൊരു ബിഗർ എക്സ്പ്ലോഷനിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ഫൈറ്റ് ചെയ്യുക, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംസാരിക്കുക. എന്നിട്ട് ആ ഫൈറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും കമ്പനിയുടെ വെൽബീങ്ങിനും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന്റെ, ആ ബ്രാൻഡിന്റെ ഗ്രോത്തിനും വേണ്ടിയിട്ട് അലൈൻ ചെയ്യുക. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു എക്കോസിസ്റ്റം വളർത്താനും വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. പിന്നെ എപ്പോഴും ഒരുപാട് കോഫൗണ്ടേഴ്സ് ഉള്ള, ഞാൻ 7-8 കോഫൗണ്ടേഴ്സ് ഉള്ള സ്റ്റാർട്ടപ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഒരുപാട് കോഫൗണ്ടേഴ്സ് ഉള്ള ഇത്തരം സ്റ്റാർട്ടപ്പുകളിൽ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഭയങ്കര സ്ലോ ആവാനുള്ള സാധ്യത ഉണ്ട്. സോ അത്തരം സ്റ്റാർട്ടപ്സിനോട്, അല്ലെങ്കിൽ അത്തരം സ്റ്റാർട്ടപ്സിന്റെ ഫൗണ്ടേഴ്സിനോട് എപ്പോഴും പറയാറുള്ളത് നിങ്ങളുടെ ഇടയിൽ ഡെമോക്രസി വേണം. പക്ഷെ ആ ഡെമോക്രസിക്കുള്ളിലും ഒരു ഓട്ടോക്രസി വേണം. നമ്മൾ പറയാറില്ലേ ജനാധിപത്യത്തിൽ ഏകാധിപത്യം എന്നുള്ളത്. അത്തരം ഡെമോക്രസിയിലെ ആ ഓട്ടോക്രസി എന്ന് പറയുന്ന എലമെന്റ് ആണ് ഇത്തരം ഡിസിഷൻ മേക്കിങ്ങിനെ ഫാസ്റ്റ് ആക്കുന്നതും, അതുപോലെ തന്നെ വിഷനിൽ ഒരു ഡയറക്ഷൻ ഉണ്ടാവുകയും അതുപോലെ ഡിസ്ട്രാക്ഷൻസ് നിന്ന് രക്ഷപ്പെടാനൊക്കെ ഇത്തരത്തിൽ ഓട്ടോക്രസി സഹായിക്കും. അപ്പം CEO എന്ന റോൾ എടുക്കുന്ന ആള്, അല്ലെങ്കിൽ അതിൽ കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ആ കോഫൗണ്ടേഴ്സിന്റെ ടീമിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലാസ്റ്റ് ഡിസിഷൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സക്സസ് റേറ്റ് ഒക്കെ വെച്ച് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ കോഫൗണ്ടേഴ്സിന്റെ ഇടയിൽ ഏറ്റവും സക്സസ് റേറ്റ് ഉള്ള ഒരാൾക്ക് നമ്മൾ കൂടുതൽ റെസ്പെക്ട് ഓട്ടോമാറ്റിക്കലി കൊടുക്കുന്ന ഒരു സിനാരിയോ ഉണ്ടാവും. സോ അത്തരത്തിലുള്ള ഒരാളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഓട്ടോക്രാറ്റിക് പവർ വേണം. ആ ഓട്ടോക്രാറ്റിക് പവർ ആയിരിക്കും ഒരു പക്ഷേ വിഷനിൽ അലൈൻ ചെയ്ത് പോകാനും ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതാക്കാനും എക്സിക്യൂഷൻ സ്പീഡപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് സഹായിക്കാം. സോ അങ്ങനെ ഒരുപാട് കോഫൗണ്ടേഴ്സ് ഉള്ള ഓർഗനൈസേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനാധിപത്യത്തിൽ ഏകാധിപത്യം ട്രൈ ചെയ്യുക. ഇത് എന്റെ മാത്രം ഒപ്പീനിയൻ ആണ്. ഇത് ഞാൻ ഒരുപാട് ഫൗണ്ടേഴ്സ്
മീൻസ് ഒരുപാട് ഫൗണ്ടേഴ്സ് ഉള്ള സ്റ്റാർട്ടപ്സിലൊക്കെ ഒരു പരിധി വരെ ഇത് സക്സസ്ഫുൾ ആയിട്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ കോഫൗണ്ടേഴ്സുമായിട്ടുള്ള കോൺവേഴ്സേഷൻ സ്റ്റെപ്പ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ അത് നാളെ ബിഗർ എക്സ്പ്ലോഷനിലേക്കായിരിക്കും പോവുക. അതുപോലെ മൂന്നാമത്തെ ഒരു വെരി കോമൺ മിസ്റ്റേക്ക് ആണ് ഹയറിംഗ് ഫാസ്റ്റ് ഫയറിംഗ് സ്ലോ. അതായത് നമ്മുടെ കമ്പനിയിൽ എപ്പോഴും നമ്മൾ കൂടുതൽ എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്നത് അത് ആ സ്കെയിലിംഗ് പീരീഡിലായിരിക്കും. അപ്പൊ ആ പീരീഡിൽ തന്നെ നമുക്ക് ഒരുപാട് പേരുടെ റിക്വയർമെന്റ് വരികയും നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ആൾക്കാരെ ഹയർ ചെയ്യുന്ന പ്രവണത വളരെ കൂടുതലാണ്. ഇത് എപ്പോഴും റോങ് ഹയറിംഗിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ. അതായത് നമ്മൾ ഒരാളെ ഹയർ ചെയ്യുമ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നമ്മളതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആ ഇൻവെസ്റ്റ്മെന്റിന് നമുക്കൊരു ROI വേണം. ആ ROI കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു റോങ് ഹയർ ആയി കഴിഞ്ഞാൽ അത് നാളെ നമ്മുടെ കമ്പനിയുടെ ഗ്രോത്തിനെ ബാധിക്കും. അപ്പൊ നമ്മൾ വളരെ സ്പീഡിൽ വളരെ ഡെസ്പറേറ്റ് ആയിട്ട് ഒരുപാട് പേരെ ഹയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഹയറിംഗ് ഒരു ഡെസ്പറേഷന്റെ പുറത്താണ് എന്നുണ്ടെങ്കിൽ അത് റോങ് ഹയർ ആവുകയും അത് നമ്മുടെ കമ്പനിയുടെ ഗ്രോത്തിനെ ബാധിക്കുകയും ചെയ്യും. അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫയറിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു ടഫ് കോൺവെർസേഷൻ കഴിഞ്ഞതിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷേ സ്റ്റിൽ നമുക്ക് ആ വ്യക്തി നമ്മുടെ കമ്പനിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കണം. ആ വ്യക്തിക്ക് ചിലപ്പോൾ മറ്റൊരു സ്ഥലത്ത് പോകുമ്പോഴായിരിക്കും കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുക. അങ്ങനെയാണെങ്കിൽ അതിനുള്ള ഒരു സ്പേസ് നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കണം. അപ്പൊ വളരെ റെസ്പെക്ട്ഫുള്ളോട് കൂടി വളരെ എംപത്തറ്റിക് ആയിട്ട് നമുക്ക് അയാളെ ഫയർ ചെയ്യാനും വേണ്ടിയിട്ട് പറ്റണം. അപ്പൊ നമ്മുടെ HR പോളിസീസ് എല്ലാം അതിലേക്ക് അലൈൻ ചെയ്തിട്ടായിരിക്കണം. അതായത് ഓരോരുത്തരെയും നമ്മൾ ഹയർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനാണ് നമ്മൾ ഹയർ ചെയ്തിട്ടുള്ളത്, നിങ്ങളടുത്ത് നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, നിങ്ങൾ ഏതൊക്കെ KPIs എവിടെന്ന് എവിടേക്ക് എത്തിക്കണം എന്ന പോലത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവർക്ക് അതിൽ പെർഫോം ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം കൊടുക്കണം. എന്നിട്ടും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അറ്റ് ദി ഏർലിയസ്റ്റ്, സൂണർ ദി ബെറ്റർ, അറ്റ് ദി ഏർലിയസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അവരെ ഫയർ ചെയ്യുക. അപ്പൊ നമ്മൾ വളരെ വേഗത്തിൽ ഹയർ ചെയ്യുന്നതും വളരെ സ്ലോ ആയിട്ട് ഫയർ ചെയ്യുന്നതും വളരെ വലിയൊരു മിസ്റ്റേക്ക് ആണ്. നമ്മളത് നേരെ തിരിച്ചാണ് ചെയ്യേണ്ടത്. നമ്മൾ സമയമെടുത്ത് നമ്മളുടെ ആ പൊസിഷനിലേക്ക്, ആ പെർട്ടിക്കുലർ പൊസിഷനിലേക്ക് ഏറ്റവും കൂടുതൽ യോഗ്യനായിട്ടുള്ള വ്യക്തിയെ നല്ല സമയമെടുത്ത് തെരഞ്ഞു കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ നമ്മളുടെ HR ടീമിന്റെ അടുത്തൊക്കെ നല്ല പ്രൊഫൈൽസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലേക്ക് ആപ്റ്റ് ആവുന്ന ഡെസിഗ്നേഷൻസ് വരുന്നത് പ്രെഡിക്റ്റ് ചെയ്തിട്ട് ഇതിനെ മാച്ച് ചെയ്തിട്ടൊക്കെ നമ്മൾ ആൾക്കാരെ ഹയർ ചെയ്യുക. അതുപോലെ തന്നെ ഫയർ ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ഫയർ ചെയ്യുക. നമ്മൾ ഒരുപാട് സമയത്തേക്ക് അവരെ ഡ്രാഗ് ചെയ്യാതിരിക്കുക. അപ്പൊ ഇതൊരു കോമൺ മിസ്റ്റേക്ക് ആണ്. അത് നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ വളരെ സമയമെടുത്ത് ഹയർ ചെയ്യുകയും വളരെ പെട്ടെന്ന് തന്നെ ഫയർ ചെയ്യുന്നതിന്റെ ഡിസിഷൻ എടുക്കുകയും ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നാലാമത്തെ മിസ്റ്റേക്ക് ക്യാഷ് ഫ്ലോ ആണ്. ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. എസ്പെഷ്യലി ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത, അല്ലെങ്കിൽ ടെക് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ വരുന്ന ഫൗണ്ടേഴ്സിന് എപ്പോഴും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആണ് അവർ ക്യാഷ് ഫ്ലോനെ നെഗ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ക്യാഷിന്റെ ഇന്നും ഔട്ടും ആണ്. അതായത് നമ്മുടെ ഇൻകമും എക്സ്പെൻസും. ഇതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് വേണം. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക, ഇന്നലെ നിങ്ങളുടെ കമ്പനിയിലേക്ക് എത്ര റവന്യൂ വന്നു, ഇന്നലെ കമ്പനിയിൽ നിന്ന് എത്ര എക്സ്പെൻസ് പോയി, അല്ലെങ്കിൽ കഴിഞ്ഞ മാസം കമ്പനിയിലേക്ക് എത്ര റവന്യൂ വന്നു, കമ്പനിക്ക് എത്ര എക്സ്പെൻസ് ഉണ്ട് എന്നുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് അത് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ആ ക്യാഷ് ഇന്നിന്റെയും ക്യാഷ് ഔട്ടിന്റെയും വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് വേണം. പിന്നെ ഫൗണ്ടേഴ്സ് അതുപോലെ പല രീതിയിലുള്ള മിസ്റ്റേക്സ് വരുത്താറുണ്ട് ഈ ക്യാഷ് ഫ്ലോന്റെ കാര്യത്തിൽ. എപ്പോഴും റവന്യൂവിനെ പ്രോഫിറ്റ് ആയിട്ട് കാണുന്ന ഒരു പ്രവണത പല ഫൗണ്ടേഴ്സിനും ഞാൻ കണ്ടുവന്നിട്ടുണ്ട്. അതായത് റവന്യൂ കൂടുന്നുണ്ടാവും, ലെറ്റ്സ് സേ മന്ത് ഓൺ മന്ത് 10% ആയിരിക്കും റവന്യൂ കൂടുന്നുണ്ടാവുക, പക്ഷെ എക്സ്പെൻസ് അതുപോലെ തന്നെ 20% എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. ഇതൊരു റെഡ് ഫ്ലാഗ് ആണ്. അപ്പൊ ക്യാഷ് ഇന്നിനെ കുറിച്ച് ധാരണയുണ്ട്, ക്യാഷ് ഔട്ടിനെ കുറിച്ച് ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള മിസ്റ്റേക്ക് സംഭവിക്കുന്നത്. അപ്പൊ ഞാൻ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അത് ക്യാഷ് ഇൻ ആൻഡ് ക്യാഷ് ഔട്ട് ആണ്. റവന്യൂ പോലെ തന്നെ എക്സ്പെൻസിനെ കുറിച്ചുള്ള ധാരണയും നമുക്ക് വേണം. അങ്ങനെ ധാരണ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ബേൺ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനും നമ്മുടെ റൺവേ കാൽക്കുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ബജറ്റിങ്ങിനും ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനും ഒക്കെ നമുക്കൊരു 24/7 നമ്മുടെ ബ്രെയിൻ അതിനും വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ആസ് എ ഫൗണ്ടർ നമ്മൾ ക്യാപ്പബിൾ ആവുന്നത് ആ ഒരു മൊമെന്റിലാണ്. നമ്മുടെ ക്യാഷിനും ക്യാഷ് ഔട്ടിനെ കുറിച്ചുള്ള വളരെ വ്യക്തമായിട്ടുള്ള നോളജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി ബജറ്റിങ്ങും ഫിനാൻഷ്യൽ പ്ലാനിങ്ങും നമ്മുടെ ഉള്ളിൽ ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു പ്രോസസ്, ആ ഒരു എൻ്റയർ പ്രോസസ് നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമാണ്. അതിന് ക്യാഷ് ഫ്ലോനെ കുറിച്ചുള്ള നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ക്യാഷ് ഫ്ലോ നെഗ്ലക്ട് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോനെ കുറിച്ച് ധാരണ ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു മിസ്റ്റേക്ക് ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഫോർഗെറ്റിംഗ് ദി ഹ്യൂമൻ സൈഡ് ആണ്. ഇത് എന്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ്. എന്റെ ഈ സ്റ്റാർട്ടപ്പ് ജീവിതത്തിൽ നിന്ന്, അല്ലെങ്കിൽ എന്റെ ഈ ഒരു എന്റർപ്രണറിയൽ ലൈഫിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്.
പല സ്റ്റാർട്ടപ്സും ഫെയിൽ ചെയ്യുന്നത് അവർ ഈ ഹ്യൂമൻ സൈഡ് മറന്നു പോകുന്നത് കൊണ്ടാണ്. നമ്മുടെ മുന്നിൽ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ബൈജൂസ് അവരുടെ പല സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഡിസ്റെസ്പെക്ട് ചെയ്തതുകൊണ്ട്, അല്ലെങ്കിൽ അവർ മനുഷ്യരാണ് എന്നുള്ള ആ ഒരു പാർട്ട് മറന്നതുകൊണ്ട് അവർക്ക് പല സെറ്റ് ബാക്സും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരുപാട് സ്റ്റോറീസ്. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റാർട്ടപ്പാണ് ഊബറിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ട്രാവിസ് എന്തിനാ കമ്പനി വിട്ട് പുറത്തു വരേണ്ടി വന്നു എന്നുള്ളത് സൂപ്പർ പംപ്ഡ് എന്നുള്ള മൂവിയിൽ നമ്മളും കണ്ടതാണ്. അല്ലെങ്കിൽ ഊബറിനെ കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടുത്തെ എംപ്ലോയീസിന്റെ കൾച്ചർ, അല്ലെങ്കിൽ അവിടുത്തെ വിമൺ എംപ്ലോയീസിന് നേരിടേണ്ടി വന്നിട്ടുള്ള അസോൾട്ടുകൾ. ഇങ്ങനെ പല റീസൺസ് കാരണമാണ് ഒരു സമയം എത്തിയപ്പോൾ ഇൻവെസ്റ്റേഴ്സിന്റെ പ്രഷർ കാരണം ആ ഫൗണ്ടർക്ക് കമ്പനി വിട്ട് ഇറങ്ങേണ്ടി വന്നത്. മനുഷ്യൻ എന്ന് പറയുന്ന ആ ഒരു പാർട്ട്, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ആ ഒരു പാർട്ട് മറന്നുകൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഓർഗനൈസേഷൻ സസ്റ്റൈനബിൾ ആയിരിക്കില്ല എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് കാലം ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ സ്കെയിൽ ചെയ്യാനും വേണ്ടിയിട്ട് പണിയെടുത്തിട്ട് ഒരു സമയം കഴിഞ്ഞാൽ പിന്നീട് ജനങ്ങൾ നമ്മളെ കമ്പനിയെ കുറിച്ച് ചിന്തിക്കുന്നത് നമ്മുടെ വാല്യുവേഷനോ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകളോ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അച്ചീവ്മെന്റ്സോ ഒന്നും ആയിരിക്കില്ല. ഈവൻ നമ്മുടെ റവന്യൂ പോലും അവർ ഓർക്കുന്നുണ്ടാവില്ല. പകരം നമ്മൾ മനുഷ്യരിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്ട്, നമ്മൾ ഇൻവെസ്റ്റേഴ്സുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്സ്, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്സ്, കസ്റ്റമേഴ്സിന്റെ ലൈഫിൽ നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പാക്ട്, നമ്മുടെ എംപ്ലോയീസിന്റെ ലൈഫിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പാക്ട്, ഇങ്ങനെ മനുഷ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പാക്റ്റുകളായിരിക്കും നമ്മുടെ ബ്രാൻഡിനെയും അല്ലെങ്കിൽ ആസ് ഫൗണ്ടേഴ്സ് നമ്മളെയും ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഓർക്കുന്നത് ഇത്തരം കാര്യങ്ങളിലായിരിക്കും. അല്ലാതെ നമ്മുടെ വാല്യുവേഷനോ റവന്യൂ അവാർഡ്സോ ഒന്നും ആയിരിക്കില്ല. അപ്പൊ എപ്പോഴും ഈ ഇമ്പാക്റ്റിലും അൾട്ടിമേറ്റ്ലി ഒരു ഓർഗനൈസേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് അത് ആ ഹ്യൂമൻ സൈഡിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനാണ് എന്നുള്ളത് നിങ്ങൾ മറക്കാതിരിക്കുക. യു ഗൈസ് ടേക്ക് കെയർ ഓഫ് യുവർ പീപ്പിൾ ആൻഡ് ദീസ് പീപ്പിൾ വിൽ ടേക്ക് കെയർ ഓഫ് യുവർ കമ്പനി. അത് നിങ്ങൾ മനസ്സിൽ കുറിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ ഓരോ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുമ്പോഴും, നമ്മുടെ കമ്പനിയുടെ ഓരോ സ്റ്റേജിൽ നമ്മൾ ഓരോ സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴും ഇത് മനുഷ്യത്വത്തിന് നല്ലതാണ്, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതിനെതിരായിട്ട് ചെയ്യാതിരിക്കുക. മനുഷ്യത്വം നമ്മുടെ ഉള്ളിൽ ആസ് ഫൗണ്ടേഴ്സ്, നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഓർഗനൈസേഷനുള്ളിൽ മനുഷ്യത്വം എപ്പോൾ അവസാനിക്കുന്നോ അന്ന് അത് വെറും ഒരു യന്ത്രമായിട്ട് മാറും, അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡ് എന്ന് പറയുന്നത് വെറും ഒരു നാമമായിട്ട് മാറും. അതിനെ ഓർഗനൈസേഷൻ ആക്കുന്നത് എപ്പോഴും അതിന്റെ ഹ്യൂമൻ പാർട്ടാണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. അപ്പൊ ഇതാണ് 5ാമത്തെ മിസ്റ്റേക്ക്, അല്ലെങ്കിൽ മോസ്റ്റ് ഫൗണ്ടേഴ്സ് കോമൺലി ചെയ്തു വരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഇത് ഏർലി സ്റ്റേജിൽ മാത്രമല്ല, ഇത് കമ്പനിയുടെ ഏതൊരു സ്റ്റേജിലും നമ്മൾ ഹ്യൂമൻ സൈഡ് മറക്കുന്നു അന്ന് മുതൽ കമ്പനിയുടെ നാശം തുടങ്ങും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഞാൻ പഠിച്ചിട്ടുള്ളത്, എന്റെ മെന്റേഴ്സ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു മിസ്റ്റേക്കും കൂടെ നിങ്ങൾ ആവർത്തിക്കരുത് എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത 5 മിസ്റ്റേക്സും വളരെ കോമൺ ആയിട്ടുള്ള, എന്നാൽ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന മിസ്റ്റേക്സ് ആണ്. ആ മിസ്റ്റേക്സ് ഞാനും ഇതിൽ പല മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട്. ഞാൻ ഇന്നും അത് റെക്ടിഫൈ ചെയ്യുന്നുണ്ട്. പല മിസ്റ്റേക്സും ഞാൻ ചിലപ്പോൾ ഇത് വീണ്ടും ഭാവിയിൽ വരുത്താം. അങ്ങനെ വരുത്തി കഴിഞ്ഞാലും അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ളത് നമ്മൾ സോർട്ട് ചെയ്യും. ആസ് ഫൗണ്ടേഴ്സ് അത് തന്നെയാണ് നമ്മുടെ ജോബ്. പക്ഷേ ഞാൻ നിങ്ങളിതൊരു ഓർമ്മപ്പെടുത്തലാണ്, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചതാണ്. നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാൻ പറ്റുന്ന മിസ്റ്റേക്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒഴിവാക്കണം. ഇത് നിങ്ങളുടെ ഗ്രോത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ 5 മിസ്റ്റേക്സും നിങ്ങൾ ഒഴിവാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ നിങ്ങൾ കൂടുതൽ ഡീപ്പറായിട്ട് പോയി കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ ഏതൊക്കെയാണ് മിസ്റ്റേക്സ് ആണ് നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ മിസ്റ്റേക്സിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ പുറത്തോട്ട് വരാം എന്നുള്ളതും നിങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.